സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ പിണറായി സർക്കാരിന് മധുര പാർട്ടി കോൺഗ്രസിൽ വിമർശനം. ഉന്നത സർവകലാശാല നയം മാറ്റത്തിൽ പ്രതികൾ എതിർപ്പും ആശങ്കയും രേഖപ്പെടുത്തി. പലയിടങ്ങളിലും പാർട്ടിയോട് അകൽച്ച കാണിച്ചതിൽ CPIക്കും കടുത്ത വിമർശനമാണ് ഉണ്ടായത്. അതേസമയം കോൺഗ്രസ് സഹകരണത്തിനായാണ് ബംഗാൾ ഘടകം ബാധിച്ചത്. ഇതിനൊപ്പം സംസ്ഥാനത്തെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും ബംഗാൾ ഘടകം ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ അടക്കം CPM മുന്നേറ്റത്തിന് BJPയുടെ വളർച്ച തടസ്സമാകുന്നതായും പ്രതിനിധികൾ ചർച്ചയിൽ ഉന്നയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവിടുന്നത്? പാർട്ടി കോൺഗ്രസ് തുടരുന്ന ഘട്ടത്തിൽ ഇന്ന് പ്രധാനമായും പ്രതിനിധികളുടെ ചർച്ചയാണ് ഇന്നൊരു പ്രധാനപ്പെട്ട നടപടിയായുള്ളത്. വിവിധ ഘടകങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് CPMന്റെ സംഘടനാ ദൗർബല്യങ്ങൾ, ഓരോ സംസ്ഥാനത്തുമുള്ള സംഘടനാപരമായ ദൗർബല്യങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ വലിയൊരു വളർച്ച എല്ലാം തന്നെയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പ്രധാനമായും ചർച്ചയായിരിക്കുന്നത്. ബംഗാൾ ഘടകം എന്നാൽ അവിടെ ഭീകരവാദം, മുസ്ലിം ഭീകരവാദ സംഘടനകൾ ഉയർത്തുന്ന, രാജ്യത്തിനെതിരെ ഉയർത്തുന്ന ഭീഷണി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ സാധാരണ നിലയിൽ കേരള ഘടകം അടക്കം ഇത്തരം കാര്യങ്ങളിൽ പ്രീണന നയം അല്ലെങ്കിൽ അത്തരം സമീപനം തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ബംഗാൾ ഘടകം മുസ്ലിം ഭീകരവാദികൾ ഉയർത്തുന്ന ഭീതിജനകമായ സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ചർച്ചയിൽ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ, വിമർശനങ്ങൾ ഉയരുന്നതും. ഒപ്പം തന്നെ കോൺഗ്രസുമായി ഒരു ധാരണയിൽ മുന്നോട്ട് പോകാം എന്ന് ബംഗാൾ ഘടകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. മമതാ ബാനർജിയാണ് പ്രധാനപ്പെട്ട ശത്രു. മമതാ ബാനർജി തങ്ങളെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മമതാ ബാനർജിയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ഒപ്പം നിർത്തുക എന്നെല്ലാമുള്ള ചില നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസിൽ ഉയർന്നു വരികയും ചെയ്തു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും സംഘടനാ റിപ്പോർട്ടിന്മേലും 24-ാം പാർട്ടി കോൺഗ്രസിൽ വരുന്ന ചർച്ചകൾ ദേശീയ തലത്തിൽ CPM നേരിടുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ്. എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്കപ്പുറം അനുദിനം വർദ്ധിച്ചു വരുന്ന ആ പ്രതിസന്ധി പാർട്ടിയെ എങ്ങനെയാണ് വരിഞ്ഞു മുറുക്കുന്നത് എന്ന കാര്യം തന്നെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭീകരവാദത്തെക്കുറിച്ച് മറ്റ് സംസ്ഥാന ഘടകങ്ങൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുമ്പോൾ ബംഗാൾ ഘടകം അത്തരം കാര്യങ്ങൾ ചിലത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഭീകര സംഘടനകളുടെ വളർച്ച ഏറെ ആശങ്ക പരത്തുന്നതാണ് എന്ന കാര്യമാണ് അവർ പറയുന്നത്. ബംഗാളിൽ സ്വന്തമായി സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം മമതാ ബാനർജി തരുന്നില്ല, അല്ലെങ്കിൽ സ്വന്തമായ സംഘടനാ പ്രവർത്തനം മമതാ ബാനർജി തടയുന്നു എന്നൊരു ആരോപണം ഇവിടെ CPM ഉയർത്തുകയും ചെയ്യുന്നുണ്ട്, ആ ഘടകം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി ഒരു സഹകരണത്തിലൂടെ പോവുക, കോൺഗ്രസിനെ ഒരു ശത്രുപക്ഷത്ത് നിർത്തേണ്ട കാര്യമില്ല എന്നുള്ള അഭിപ്രായം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. വലിയ തോതിലുള്ള BJP മുന്നേറ്റം ആണ്. കാരണം കേരളത്തിന്റെ ഒരു മാതൃകയിൽ വീണ്ടും തുടർഭരണവും അല്ലെങ്കിൽ ഭരണം പിടിക്കുകയും എല്ലാം നടക്കുന്ന സംബന്ധിച്ചുള്ള ചർച്ചകൾ ചില അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്നുള്ളത് സാധ്യമായ ഒരു കാര്യമല്ല, ഒരു എളുപ്പമുള്ള കാര്യമല്ല. കാരണം BJPയുടെ വളർച്ച അനുദിനമാണ്. അത് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലേതിന് സമാനമായ ഒരു രീതിയിൽ മുന്നേറ്റം മറ്റു സ്ഥലങ്ങളിൽ ഏതു വന്നാലും സാധ്യമല്ല എന്ന കാര്യം തന്നെയാണ് പ്രതിനിധികൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇടത് ഏകോപനം സാധ്യമാകുന്നില്ല എന്ന കാര്യം, കാരണം CPIക്ക് വിമർശനം ഉണ്ടായതിന് ഒപ്പം തന്നെയാണ് ഇടത് ഏകോപനം ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധി, ഇടത് ഐക്യത്തിന്റെ അപ്രായോഗികത തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങളെല്ലാം തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കേരള മോഡലിലൂടെ ത്രിപുരയിലും ബംഗാളിലും ഭരണത്തിൽ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില അംഗങ്ങൾ പറഞ്ഞു. അവിടെയാണ് BJPയുടെ വളർച്ച കൂടി ചർച്ചയായത്. BJP വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുന്നു. എല്ലായിടത്തും ഈ CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിലടക്കം BJP മുന്നേറ്റം ഉണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ തിരിച്ചുവരവ് അത്ര ഒരു യാഥാർത്ഥ്യ സ്വഭാവമുള്ള കാര്യമല്ല, അത്തരത്തിൽ വേഗത്തിൽ നടപ്പിലാകുന്ന ഒരു കാര്യമല്ല എന്ന ഒരു വസ്തുത അല്ലെങ്കിൽ യാഥാർത്ഥ്യം പാർട്ടി അംഗങ്ങൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രധാന ഭീഷണി, തുടർഭരണ സാധ്യതയ്ക്ക് പ്രധാന ഭീഷണി BJP ആണ് എന്നാണ് ഈ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. ബംഗാളിലും BJP കൈവരിച്ച മുന്നേറ്റം അത് പ്രത്യേകമായി തന്നെ ബംഗാൾ ഘടകം എടുത്തു പറഞ്ഞു. നേരത്തെ തന്നെ കേരളത്തിലെ BJPയുടെ വളർച്ചയും കേരളത്തിലെ മുന്നേറ്റവും എല്ലാം ചർച്ചയിൽ വന്നിരുന്നു. കേരളത്തിലെ പ്രതിനിധികൾ അടക്കം ആ കാര്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധികൾ അവിടെയുള്ള BJPയുടെ വളർച്ചയും BJPയുടെ മുന്നേറ്റവും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ സംഘടനാപരമായ
നിരവധി ദൗർബല്യങ്ങൾ ശക്തമായിരിക്കുന്ന പാർട്ടിയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് പാർട്ടി കടന്നു പോകുന്നത് എന്ന കാര്യം അത് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട്, പാർട്ടിയിലെ അംഗങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നതും അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും. ശരി, ജിജീഷാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.